ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം ഉണ്ടായി. നമ്മുടെ കുളത്തിൽ അലിഗേറ്റർ അത് പെല്ലറ്റ് എടുക്കാൻ ട്രെയിനായി. അതെങ്ങനെ ട്രെയിനായി എനിക്കറിയാൻ പാടില്ല. ഇതിപ്പോൾ ജയൻഗൗര കഴിക്കണ കണ്ട് അവരുടെ കൂട്ടത്തിൽ ഒന്ന് കഴിക്കണമെന്ന് അറിയാൻ പാടില്ല. അവരവരുടെ കൂട്ടത്തിൽ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നുണ്ട്. നമ്മളതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് കാണാനിടയായി. അപ്പോൾ നമ്മളത് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ മെയിൻ പ്രത്യേകത വെച്ച് ഇവർ ഗൗരാമീസ് കഴിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം നടന്നിട്ട് ഇവർ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന പെല്ലറ്റ്സ് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെയാണ്. കണ്ടോ ഗൈസ്, ഇതുപോലെയാണ് ഇവർ പെല്ലറ്റ് എടുക്കുന്നത്. അപ്പോൾ പെല്ലറ്റ് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെല്ലറ്റ് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഫിഷ് പെല്ലറ്റ് എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല കണ്ട് പരിചയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവന്മാർ മറ്റേ ഗൗരാമീസായിട്ട് വലിയ ഇഷ്യൂ ഒന്നുമില്ല. റെഡ് ടെയിൽ ജയൻഗൗരയാണ് നടക്കുന്നത്. നമ്മൾ ഒരു പീസേ ഉള്ളൂ കുളത്തിൽ. കണ്ടോ, അവരുമായിട്ട് വലിയ ഫൈറ്റ് ഒന്നുമില്ല. മാക്സിമം കിട്ടുന്ന പെല്ലറ്റ് അവർ എടുക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോ പെല്ലറ്റാണെങ്കിൽ പോലും അവർ ആ ഓരോന്ന് വെച്ചെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ട്. ഇവരെ ഞാൻ ഒരുമിച്ചിട്ട് വളർത്തുകയല്ല കേട്ടോ. ഗൗരാമീസൊക്കെ നേരത്തെ തന്നെ പോണ്ടിലുണ്ടായിരുന്ന വെച്ചാണ്. ഈ അലിഗേറ്റർകാരനാണ് ഞാൻ വൈകിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പോണ്ടിലോട്ട്. അതിനുശേഷം ഒരു 1.5 ഫീറ്റ് ഉള്ളപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ അവരൊരു 2 ഫീറ്റ് എബോവ് ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ, പക്ഷേ 2 ഫീറ്റ് എബോവ് ആയിട്ടുണ്ട്. 1.5 ഫീറ്റ് ഉണ്ട് ഈ ഗൗരാമീസ് എല്ലാം. ഇതൊക്കെ നമ്മൾ പൊതുവായിട്ട് കൊടുക്കുന്നത് ചേമ്പല, പപ്പായ ഇല, അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളെല്ലാം തന്നെ അവർ കഴിക്കും നല്ലപോലെ. പിന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും. ഫ്രൂട്ട്സ് ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കും. മാങ്ങയൊക്കെ കൊടുക്കും കേട്ടോ. മാങ്ങ, പേരക്കയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കപ്പങ്ങ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് ഗാറിന് നമ്മൾ ഫിഷ് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയ ചെമ്മീനൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാർ വന്ന് എടുക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. വിസിലടിച്ച് കഴിഞ്ഞാൽ വരും. അപ്പം അങ്ങനെയാണ് ഇവന്മാർക്ക് നമ്മൾ തീറ്റ കൊടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും സ്ഥിരമായിട്ട്. അത് ബ്ലാക്ക് ജയൻഗൗരയാണ് നോർമൽ. ഹമ്പ് കൂടുതലുള്ളത് മെയിലാണ്. ആ ചുണ്ടിൻ്റെ അവിടെയൊക്കെ ഒരു ഹമ്പ് പോലെ ഉള്ളത് മെയിലാണ്. ആദ്യമൊക്കെ ഞാൻ ദൂരെ തടയുന്നതുപോലെ വീഡിയോ എടുത്തിട്ട് ഒരു പെല്ലറ്റ് എടുക്കുന്നത്. റെഡ് കാണാൻ ഭയങ്കര റെയറായിട്ടേ കാണാൻ കിട്ടത്തുള്ളൂ. അവർ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഓടിക്കളയും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പൊതുവേ ദൂരെ നിന്ന് വീഡിയോ എടുത്തിട്ട് വെച്ചത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിയാൽ അറിയാം, അവൻ പേടിച്ചാണ് നിൽക്കുന്നത്. ഞാൻ ആ വീഡിയോ ഒളിച്ചു നിന്ന് എടുക്കണം. അത് കണ്ടു കഴിഞ്ഞാൽ അതെ, അത് ഫീമെയിലാണ് റൈറ്റ് സൈഡിൽ നിന്ന് വെച്ചത്. ഇത് മെയിലും. അതിൻ്റെ ചുണ്ട് കണ്ടു, തടിപ്പ് കണ്ടു. ഇത് മെയിലാണ്. ഈ രണ്ടെണ്ണം മെയിലാണ് കേട്ടോ. നമ്മുടെ ഗാർ നിൽക്കുന്നത് പെല്ലറ്റ് കിട്ടാൻ വേണ്ടിയാണ്. എന്നൊരു ഭയമ്പയം വന്ന് ഇവരുടെ കൂട്ടത്തിൽ ഭയമ്പയം പെല്ലറ്റ് എടുക്കും. ഇവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവ് നല്ലപോലെ ഉണ്ട്. ആ മൂക്കിൻ്റെ പോർഷൻ എത്തുമ്പോൾ അവിടെ പെല്ലറ്റ് എടുക്കണമെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് ഇവർ പെല്ലറ്റ് എടുക്കുന്നത് സ്ഥിരമായിട്ട്. മെയിലും ഫീമെയിലും അങ്ങനെയാണ്. ഈ ജയൻഗൗരയുടെ അടുത്ത് നമ്മൾ തിരിച്ചറിയണത്. ഈ നിൽക്കുന്നത് ഫീമെയിലാണ്. ആ പോയത് ഇതാണ് നമ്മുടെ റെഡ് ടെയിൽ ജയൻഗൗര. ഇങ്ങനെ കാണാൻ കിട്ടുന്ന വളരെ റെയർ. അവൻ്റെ വാല് കണ്ടു, ഒരു തീ പോലെയല്ലേ, ഒരു ഫ്ലെയിം പോലെ. വെച്ചാൽ ഇവൻ്റെ വാല് നമ്മുടെ ഗൗരാമീസിൻ്റെ നോർമൽ ടെയിൽ പോലെ അല്ല, ഒരു വെയിൽ ടെയിൽ ടൈപ്പാണ് ഇവരുടെ വാല്. അതുപോലെ തന്നെ ചുണ്ടിനൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട് നല്ല രീതിക്ക്. അതുപോലെ നീളം വെച്ചിട്ടുള്ള ടൈപ്പ് മീനാണ്. സ്ലോ ഗ്രോത്താണ്, ഭയങ്കര സ്ലോ ഗ്രോത്താണ്. ഭയങ്കര പേടിയാണ് മറ്റേ ഗൗരാമീസ് വെച്ച് നോക്കുമ്പോൾ. ഒരു പരസ്പരം ഒരു ക്രോസ് ബ്രീഡ് ആകുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഒരാളെ ഇട്ടിട്ടുള്ളൂ ഇതിൻ്റെ അകത്ത്. നമുക്ക് നോക്കാം. അതെ, അലിഗേറ്റർ ഗാർ നമ്മൾ അരാപ്പയ്മ കൊടുത്തായിരുന്നേ. അപ്പോൾ അരാപ്പയ്മ ഫുഡ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇവർ വരാറില്ല. അലിഗേറ്റർ ഗാർ ഇവർക്ക് പേടിയുണ്ട്. അരാപ്പയ്മ നമ്മൾ കൈ കൊണ്ട് വിളിക്കുമ്പോൾ തന്നെ ഓടി വരുമായിരുന്നു. ഇവർ കയ്യിൽ നിന്നും അങ്ങനെ ഫുഡ് എടുക്കത്തില്ല. ഇവർ 2 അലിഗേറ്റർ ഗാറിനെ ഞാൻ പണ്ടൊരു പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. വാങ്ങിയിട്ട് എത്ര വർഷമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവരെ സ്ലോ ഗ്രോത്ത് രീതിയിലാണ് വെച്ചാൽ എപ്പോഴും ഫീഡങ്ങനെ കണ്ടിന്യൂസ് കൊടുക്കത്തില്ലായിരുന്നു. സ്ലോ ഗ്രോത്ത് രീതിയിൽ ഞാൻ വളർത്തിയെടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരങ്ങനെ പെട്ടെന്ന് സൈസായി കഴിഞ്ഞാൽ പോണ്ടിലേക്ക് ഇടുമെന്ന് നമുക്ക് പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വളർത്തി വെച്ചത്.
പക്ഷേ അവർ സ്ലോയിൽ തന്നെ വലുതാകണം കേട്ടോ. നമ്മളിപ്പോൾ വീട് പ്രോപ്പറായിട്ട് എപ്പോഴും കൊടുക്കാൻ തുടങ്ങിയപ്പോഴും ഒരു സ്ലോ ഗ്രോത്താണ്. ഞാൻ ഈ വീഡിയോയിൽ ഒരു 3-4 ദിവസത്തെ വിഷ്വൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3-4 ദിവസം ഇതുപോലെ മഴയുള്ള ദിവസവും മഴയില്ലാത്ത ദിവസം. ഇപ്പോൾ ഇതൊരു ചെറിയ മഴയുള്ള ദിവസമാണ്. അപ്പോൾ കൊന്നു നനഞ്ഞൊക്കെ നിൽക്കുന്ന പ്രകൃതിയുള്ള സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഇച്ചിരി ക്ലിയർ ആയിട്ട് കിടക്കും. ഈ സമയത്തൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഇവർക്ക് ക്ലിയർ ആയിട്ട്. അപ്പോൾ ആൽബിനോ ആണ് കേട്ടോ. നമുക്ക് ഒരെണ്ണയുള്ള ആൽബിനോ ആയിട്ട് കുളത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് ടൈൽ ജെയിൻ ഗൗരി നമ്മുടെ കയ്യിൽ ഒരെണ്ണയുള്ളൂ. ബാക്കി നോർമലൊക്കെ നമ്മുടെ കയ്യിൽ കുറേ എണ്ണമുണ്ട്. അതുപോലെ വൈറ്റ് ബ്ലാക്ക് ആയിട്ടുള്ളതും പിങ്ക് ഗൗരാമി നമ്മുടെ കയ്യിൽ കുറേ എണ്ണമുണ്ട്. ഓൾമോസ്റ്റ് 8-9 ആയിട്ട് പഴയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം, അതിൻ്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് എണ്ണത്തിൻ്റെത്. അപ്പോൾ ഇവർ ഫീഡ് എടുക്കുന്നത് കാണാനൊക്കെ നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ കുളത്തിൻ്റെ കടവിൽ പോയി നിൽക്കാറുണ്ട്. ഇവിടെ കോഴിക്കാർപ്പ് കൂടി ആഡ് ചെയ്താലൊന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ചെറുതിനെ വാങ്ങിയിട്ട് വെച്ചാൽ ശരിയാകത്തില്ല. കാരണം ഈ അലിഗേറ്റർക്കാർ എന്തായാലും അവന്മാരെ അടിക്കും. അപ്പം ഞാൻ ഒരു ഇച്ചിരി സൈസുള്ള കോഴിക്കാർപ്പിനെ വാങ്ങിയിട്ടാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്തായാലും കോഴിക്കാർപ്പ് ബ്രീഡാകത്തൊന്നുമില്ല. ഇവരുടെ കൂട്ടത്തിൽ കിടന്ന് ഫീഡെടുത്ത് സെറ്റാകുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. മോൺസ്റ്റർ ഫിഷ് ടാങ്കിൽ കോഴിക്കാർപ്പ് കിടന്ന് കഴിഞ്ഞാൽ ഒരു രസമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിയിടാം. നമ്മുടെ ഒരു ചെറുതുറ കിടപ്പുണ്ട്. പക്ഷെ അവരിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ണമായ കാണത്തില്ല. വാഗകളും കിടപ്പുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളിട്ട നീലവാഗ കിടപ്പുണ്ട്, കാണാൻ പോലും ഇല്ല കേട്ടോ. നമ്മുടെ വാട്ടറൊക്കെ ഭയങ്കര ക്ലൗഡി ആയതുകൊണ്ടും പിന്നെ ചുറ്റും മരങ്ങളായതുകൊണ്ടും ഹൈഡിങ് സ്പോട്ടൊക്കെ ഒരുപാടുള്ളതുകൊണ്ടും അവരെ കാണാൻ കിട്ടാറില്ല. പിന്നെ ഇതിൻ്റെ അത് കുറേ ചെറിയ ഫിഷസൊക്കെ ഉള്ളതുകൊണ്ട് അവർ സർവൈവ് ചെയ്യും. പിന്നെ നമ്മൾ ഫീഡിങ് ആയിട്ട് ഫിഷ് ഇട്ട് കൊടുക്കാറുണ്ട്. ഒരു കുഞ്ഞാമ നമ്മളവിടെ വന്ന് ആ പെലറ്റിടുന്നുണ്ട്. ഇതുപോലെ കുറേ ആമകളുണ്ട് കേട്ടോ. ഇവരുടെ പ്രോപ്പർ വിഷ്വൽസ് നമുക്ക് കിട്ടണമെങ്കിൽ കുളത്തിൻ്റെ പല കടവിൽ ആയിട്ട് പോയി നിന്ന് നമ്മൾ വീഡിയോ എടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ചെറിയ ഇടയ്ക്ക് കണ്ടാൽ തന്നെ ഇവന്മാർ ഓടിക്കളയും. അപ്പോൾ വേറെ കടവിൽ നമ്മൾ പോയി നിന്നപ്പോൾ കിട്ടിയ കുറച്ച് നല്ല വിഷ്വൽസ് ഉണ്ട്, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഈ കൂട്ടത്തിൽ. അതിൽ ഈ വൈറ്റ് മാത്രമായിട്ട് ഇവർ ഈ വൈറ്റും ബ്ലാക്കും സെക്ഷൻ തിരിഞ്ഞ് നിന്നാണ് ഫുഡ് എടുക്കുന്നത്. അതിൽ ബ്ലാക്കിന് പേടി കുറവാണ്, വൈറ്റിൻ്റെ അടിച്ചിട്ട് കൂടി പേടി കൂടുതൽ. അവർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ അക്വറിയം നിൽക്കുന്നതിൻ്റെ മറ്റൊരു മരം നിൽക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഞാൻ തീറ്റ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അവിടെ മരം അത്ര ഇടത്തേക്ക് വരത്തില്ല, ഈ സൈഡിൽ നിൽക്കത്തുള്ളൂ, ആ ചെടികളുടെയൊക്കെ മറവിൽ. അപ്പോൾ ഞാൻ ഇപ്പുറം സൈഡിൽ നിന്ന് വീഡിയോ എടുത്തപ്പോഴൊക്കെ ക്ലിയർ ആയിട്ട് കുറച്ച് വിഷ്വൽസ് കിട്ടിയിട്ടുണ്ട്. പിങ്ക് ജെയിൻ ഗൗരാണ്. ഈ ഏരിയയിലൊക്കെ അവർ നല്ലപോലെ ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ പിങ്ക് ജെയിൻ ഗൗരാമി സ്ഥിരമായിട്ട് കൂട്ടം കൂടുന്നൊരു സ്ഥലത്തുനിന്നാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തിട്ടിരിക്കുന്നത്. മുമ്പാൻ ഈ സൈഡിലായിരിക്കും ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ളത് എപ്പോഴും. പിന്നെ ഇതിപ്പോൾ നമ്മൾ പെലറ്റ് കൊടുത്തപ്പോഴത്തേക്കും അവിടേക്ക് ബ്ലാക്കും അലിഗേറ്റർകാർക്കും വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ ഉമ്മാരെ ബ്ലാക്ക് അടുപ്പിക്കത്തില്ല. ഇവന്മാരെ ടെറിട്ടറി ആയതുകൊണ്ട് ബ്ലാക്ക് ധൈര്യമായിട്ട് കയറി വരികയും ചെയ്യാം, ഇവന്മാർ ഓടിക്കാനും പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കൂടുതലും വൈറ്റ് ആയിരിക്കും നിൽക്കുന്നത്. ഇത്തരം ബ്ലാക്ക് വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. ബ്ലാക്ക് ഞാൻ പറഞ്ഞതുപോലെ 1.5 ഫീറ്റ് അല്ല കേട്ടോ, കുറച്ചുകൂടി വലുതൊക്കെ ഉണ്ട്. ഈ ഗാറിൻ്റെ വലിപ്പമുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പോണ്ടിൽ ഗാർ 2 ഫീറ്റാണ്, 2 ഫീറ്റ് പ്ലസ് ഉണ്ട് ഗാർ. നമ്മുടെ കുളത്തിൻ്റെ ചുറ്റിനും നിറച്ച് മരങ്ങളും ചെടികളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇലകളൊക്കെ വീണ് അടക്കാവരത്തിൽ നിന്നുള്ള അതിൻ്റെ ഓലയൊക്കെ വീണ് വെള്ളം ആകെപ്പാടെ മോശമൊക്കെ കിടക്കുവാണ്. എനിക്കില്ല, പക്ഷെ അവർക്കത് പറ്റിയ അറ്റ്മോസ്ഫിയറാണ്. നമ്മളാ കുളം ഉടനെ ക്ലീൻ ചെയ്യാനുള്ള പരിപാടി നോക്കുന്നതാണ്. ഇല വീട് ഫുള്ള് ചെളിയാണ് അടുത്തൊക്കെ. പക്ഷെ അതുപോലെ ഓക്കെ ആയിട്ടുള്ള ഫിഷുകൾ മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. സർഫസിൽ നിന്ന് എയർ എടുക്കുന്ന മീനുകൾ മാത്രമേ ഈ കുളത്തിൽ കിടപ്പുള്ളൂ കൂടുതലും ഇപ്പോൾ. അല്ലാതെയുള്ള മീനുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമ്പൂതിരി മീനും അതുപോലെ തന്നെ വാഗ, വരാപ്പാർപ്പ് കുഞ്ഞുങ്ങളൊക്കെ, പിന്നെ വട്ടോനുണ്ട്, അലിഗേറ്റർ ഗാറ്, പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഫിഷസ് കിടപ്പുണ്ട് കേട്ടോ. വേറെ ഷാർക്ക് കിടപ്പുണ്ട്, വൈറ്റ് ഷാർക്ക്, ബ്ലാക്ക് ഷാർക്ക്. നമ്മുടെ ഈ ആ പോണ്ടിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ചെമ്പരത്തി ചെടി കണ്ടാവത്തിൽ പൂ നിൽക്കണുണ്ടാവത്തിൽ ഇല ഉൾപ്പെടെ ഇവന്മാർ ചാടി
കടിച്ചെടുക്കാറുണ്ട് ചില സമയങ്ങളിൽ. അതുപോലെ തന്നെ ആ കുളത്തിൽ കല്ല് കെട്ടിയിരിക്കുന്നതിൻ്റെ മുകളിൽ പൂപ്പൽ കണ്ട പായൽ, അത് അവരെ വെള്ളം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ആ പായൽ ചാടി എടുക്കണ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാവേ. അതുപോലെ ഈ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുള്ള ചെടികളിൽ നിന്നുള്ള ഇലകൾ മുഴുവൻ ഇവർ കടിച്ച് തീർത്ത് കളയും. ഈ സൈഡിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൈഡിലുള്ള ഈ കുളത്തിൻ്റെ വക്കിലുള്ള ചെടികളിലൊന്നും അധികം ഇല ഉണ്ടാകുന്നില്ല. അപ്പോൾ അത്രക്ക് ക്ലിയറായിട്ട് ഇവർ അറ്റാക്ക് ചെയ്യും. ഇവർ ഈ പച്ച കളർ ഇലകൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ നമ്മുടെ ഷാർക്കാണ് നടക്കുന്നത്, വൈറ്റ് കളർ നടക്കുന്നത് നമ്മുടെ വൈറ്റ് ഷാർക്കാണ്. നമുക്ക് രണ്ട് പേര് കിടപ്പുണ്ട്. ഒരു ബ്ലാക്ക് ഷാർക്കും ഉണ്ട് അവിടെ തന്നെ, ചെറുതായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ. അവരധികം അടുത്തേക്ക് വരത്തില്ല. ഇതാണ് നമ്മുടെ ടെറിട്ടറി ഇവരുടെ. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ കൂട്ടക്കുഴി നിൽക്കണുണ്ടോ, അത് വൈറ്റിൻ്റെ ടെറിട്ടറിയാണ്. അങ്ങോട്ട് നമ്മൾ ബ്ലാക്ക് ചെറുതായിട്ട് കൈയേറി ചെന്നിട്ടുണ്ട്. വേറെ അവിടെ വെച്ചിട്ട് പെല്ലറ്റിട്ട് കൊടുത്തായിരുന്നേ. അവിടെ ഇനിയിപ്പോൾ വല്ലതും കൂടി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അവിടെ ഓലയൊക്കെ വീണ് ഒരു കേജ് സെറ്റാക്കാനുള്ള സെറ്റപ്പ് പോലെ കിടക്കണമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വിഷയമല്ലേ, ചാടി പൂപ്പൽ തിട്ട കേട്ടോ. നമ്മൾ കുളത്തിൽ കിടക്കുന്നവർക്ക് ഇതുപോലെ തന്നെ ഫുഡ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ടാങ്കിലിട്ട് വളർത്തുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു പിഞ്ചേലിൽ വരാ നമ്മുടെ റെട്ടൈലിൻ്റെ കൂടെ കിടക്കുന്നത്. അപ്പോൾ അവന് നമുക്കൊരെണ്ണം കൊടുത്തേക്കാം. അങ്ങനെ അവന് വേണ്ടി ഒരെണ്ണം പറിച്ച് കിടക്കുന്ന ആൾ നമ്മൾ വന്നത് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്ക് അറിയാം ഫുഡ് ഉണ്ടാവും കയ്യിൽ നിന്ന്. ഫ്ലോറിഡക്കാരൻ വന്ന് നോക്കണുണ്ടേ എന്നായിട്ട് കൊടുത്തത്. എന്ത് ഫുഡ് വന്ന് വീണാലും ആദ്യമേ ഇവർ വന്ന് ടാർഗറ്റ് ചെയ്ത് വന്ന് നോക്കും നമുക്ക് പറ്റിയ ഐറ്റം ആണോ എന്ന്. ഇതിൽ വെജിറ്റബിൾ മാത്രം കഴിക്കണ ഇവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുള്ളിക്കാരന് ഉശാല. എന്തെങ്കിലും റിട്ടൈൽ ചില സമയങ്ങളിൽ ഇവൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് എടുത്തിട്ട് പോയി കാണിച്ചു തരാം. ഇവൻ്റെ ചെമ്പരത്തി എടുത്തിട്ട് പോണത് കണ്ടില്ലേ ഗൈസ്. അവന് വേണ്ട, പക്ഷേ എന്നാൽ പോലും അവനത് എടുത്തിട്ട് പോകും. അത് അവൻ്റെ ഒരു മനസ്സുഖമാണ്. അത് ഫുള്ള് ചവച്ച് തുപ്പി അവരിടും. അപ്പോൾ കഴിക്കത്തില്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ പുറത്തേക്ക് ഇടുന്ന കാണാം. അത് അപ്പോൾ നമ്മുടെ ജഗ്ഗുവിനെ പുറകെ കിടപ്പുണ്ട്. അവൻ പറയുന്നുണ്ടാ നീ കഴിക്കാത്തതാ, എന്നാലും കുഴപ്പമില്ല, ഇതിലെന്താ ഇത്ര ടേസ്റ്റ് ഞാനും കൂടി അറിയട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം പുള്ളി. നല്ല രീതിക്ക് അത് ചീത്തയാക്കി ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കി. എന്ത് മനസ്സുഖമാണ് ഇതിനകത്ത് കിട്ടുന്നതെന്ന് അറിയാൻ പാടില്ല. പുള്ളി ഇച്ചിരി വിശന്നിരിക്കുമായിരുന്നേ. പുള്ളിക്ക് ഇന്നത്തെ ദിവസം നമ്മൾ ഫുഡ് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ അക്രമമാണ് കാണിച്ചിട്ടിരിക്കുന്നത്. അവർ ഫുഡ് കൊടുക്കാൻ വേണ്ടി പോണതേ ഉള്ളേ. ഈ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കൊണ്ട് ജഗ്ഗവരൊക്കെ ചെമ്പരത്തിപ്പൂ കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തേ ഉള്ളൂ. കണ്ടില്ലേ, അവൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഗൗരാമിയും കഴിക്കത്തില്ല. കാരണം ഒരുത്തൻ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കത്തില്ലെന്ന് പിന്നെ കല്യാണാമല്ലി പറയും പോലെ പുള്ളിക്കത് വേണ്ട. ഇനി നമ്മളത് മാറ്റി വെച്ചാൽ മതി. ഇല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്നത് ഒന്നാമത് മഴക്കാലമാണ്. ഇതുപോലെ ഫുഡ് വേസ്റ്റ് കിടന്നു കഴിഞ്ഞാൽ ബാക്ടീരിയാസും ഫംഗസും അതുപോലെ കുറേ കാര്യങ്ങൾ ഫോമാകാൻ ചാൻസ് ഉണ്ട്. ഫിഷ് ചെറിയൊരു ഇഞ്ചറി ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഫിഷ് കയറി അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഗൗരാമീസിന് പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ഗൗരാമീസിന്. നമ്മൾ ഫോണിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആൽബിനോ ജഗ്ഗറുടെ കുഞ്ഞുങ്ങളെ കുറച്ച് കൊണ്ടുവന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടാഗ് നമ്മൾ ചെറുതായിട്ട് മാറ്റിയായിരുന്നു. കാരണം നമ്മൾ അവരെ പെർമനൻ്റ് ആയിട്ട് നമ്മുടെ റെട്ടൈലിൽ കൂടുതൽ ഇട്ടതല്ല. കാരണം റെട്ടൈൽ അത് ഇച്ചിരി ഷൈ ആയിട്ടൊക്കെ നിൽക്കുവാൻ അവരുടെ ടാഗ് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ അവർ ആക്റ്റീവായി തുടങ്ങിയാൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് മാത്രമല്ല അതിൽ തീരെ ചെറിയ കുഞ്ഞുങ്ങൾ കൂടി വന്നായിരുന്നു കേട്ടോ. ഒരു 3 ഇഞ്ച് സൈസ് ഉള്ളത് നമ്മൾ വരത്തിച്ചായിരുന്നേ. അപ്പോൾ 5 ഇഞ്ച് സൈസും 3 ഇഞ്ച് സൈസും ആൽബിനോയും പിന്നെ അതുപോലെ റെട്ടൈൽ ക്യാറ്റ് ഫിഷ് 2 കുഞ്ഞുങ്ങളും കൂടെ ഉണ്ടായിരുന്നു. അവരൊരു 5 ഇഞ്ച് എബോ ഉണ്ട്, 6 ഇഞ്ച് എന്തായാലും ഉണ്ട്. അപ്പോൾ അത്രയും സൈസുള്ള കുഞ്ഞുങ്ങളെ കൂടി നമ്മൾ പണ്ട് ആൽബിനോക്കാർ കിടന്ന വെച്ചാൽ ടാങ്കില്ലേ, ടെറപ്പുറ ടാങ്ക്, അതിൻ്റെതൊക്കെ മാറ്റി ആൽബിനോക്കാർക്ക് നമ്മൾ മാറ്റി. അപ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. അവിടെ ഒരു കോഴിക്കാർപ്പ് കിടപ്പുണ്ട് കേട്ടോ, ഒരു യെല്ലോ. എനിക്കത് കഴിഞ്ഞ ദിവസം പെറ്റ് ഷോപ്പിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴൊക്കെ വാങ്ങിയതാണ്. അപ്പോൾ അവർക്കുള്ള ഫുഡ് കൊടുത്തപ്പോൾ അവർ ഇങ്ങനെ എല്ലാവരും വന്ന് കഴിക്കാറുണ്ട്. അവർക്ക് മെയിനായിട്ട് കൊടുക്കാൻ നിർത്തുന്ന നമ്മൾ
ചെമ്പരത്തിയുടെ ഓരോ പെറ്റൽസ് മാത്രമായിട്ട് കീറി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവർ ആ തണ്ടയിലുള്ള പച്ച കളർ സാധനമൊന്നും കഴിക്കത്തില്ല. അത് വെള്ളത്തിൽ കിടന്ന് ബാക്ടീരിയ ഫോർമേഷൻ ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. പൊതുവെ ക്ലൈമറ്റ് മാറി നിൽക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ ഡൗൺ ആയതുകൊണ്ട് ഇവർക്ക് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം ആൽബിനോ കൂടിയാണ് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ ആയതുകൊണ്ട് കുളത്തിൽ നിന്നുള്ള വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുറ്റത്തേക്ക് കയറിയിട്ടില്ല, പക്ഷേ നമ്മുടെ ടാങ്കൊക്കെ ഇരിക്കുന്ന പരിസരത്ത് മൊത്തം വെള്ളമാണ്. ചെറിയ വാർപ്പുകളൊക്കെ ഇട്ടിരുന്നു നമ്മുടെ കുളത്തിൽ. എല്ലാവരും ഒഴുകി ഇവിടെ നടപ്പുണ്ട്. എങ്ങും പോകത്തൊന്നുമില്ല. നമ്മുടെ കുളത്തിൽ നിന്ന് നമ്മുടെ വീടിൻ്റെ ഇവിടെ തന്നെ ഇത്രയും ഭാഗത്തേക്ക് വെള്ളം വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളം വറ്റാത്തിടത്ത് തിരിച്ച് കുളത്തിലേക്ക് തന്നെ ഇതുങ്ങളെല്ലാം ഇറങ്ങിപ്പോകുന്നതാണ്. അവർക്കുള്ള തീറ്റകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം സേഫാണ്. അവർക്കുള്ള ഫീഡിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോ. ഗൗരാമിയുടെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ, ഫുൾ വീഡിയോ ഇറക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കിടെ ഈ ഡിവൈസ് ഇല്ലാത്തതുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഉടനെ അടുത്ത ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ.